അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിൻ്റെ ഓഡിയോ ഇതിൽ ലോഞ്ചിൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞതാണ്. അതായത് എനിക്ക് സാറിൻ്റെ കോൾ വന്ന സമയത്ത് ഞാൻ മനസ്സിലാലോചിച്ചായിരുന്നു, വിളിക്കണോ പോയി കാണണമെന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ ചാൻസിന് വേണ്ടിയിട്ട് മുമ്പിൽ അങ്ങ് നടന്നിട്ടുണ്ട് പണ്ട്, അഭിനയിക്കാനായിട്ട് എന്തെങ്കിലും ചാൻസ് കിട്ടുമോ അറിയാനായിട്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ പോയിട്ട് പിന്നെ അത്രയും സീനിയറായിട്ടുള്ളൊരു ഡയറക്ടറാണ്, പോയി കാണുക, റെസ്പെക്റ്റ് നമ്മൾ എന്തായാലും കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോയി കാണുന്നത്. അങ്ങനെ ആ മൈൻഡിൻ്റെ ഒരു ഡിസിഷനിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആർട്സ് ക്ലബ്ബ് തൊട്ട് ഒരുമിച്ചുള്ള സുഹൃത്താണ്, അവനും ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവനും പറഞ്ഞു എടാ പോയി കാണണ്ട എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പുഷും അല്ലെങ്കിൽ അപ്പത്തെ ഒരു തോട്ടിൽ റൈറ്റ് ഡിസിഷൻ ആ സമയത്ത് എടുത്തോണ്ടായിരിക്കും എനിക്ക് 19 നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ കിട്ടിയത്. അല്ലെങ്കിൽ അവിടെ ഞാൻ മടി പിടിച്ചിട്ട് വേണ്ട എന്തായാലും അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സിനിമ എനിക്ക് കിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ആ സിനിമ ചെയ്യുന്ന. സിനിമ എന്തായാലും സംഭവിക്കും, ഞാനായിരിക്കില്ല ചിലപ്പോൾ ചെയ്യേണ്ടത്. അത് ഭയങ്കര ഇപ്പോൾ ഫിലിമിൽ എന്താ പറയുക കൊളാബറേറ്റ് ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു മൊമെന്റ് ആയിരിക്കും ചേഞ്ച് ചെയ്തു. മനോജ് ചേട്ടന്റെ അങ്ങനെ ഒരു മൊമെന്റ് പറയുവാണെങ്കിൽ മനോജ് ചേട്ടൻ എന്തായിരിക്കും പറയാനുള്ളത്? ഏത് അങ്ങനെ ഒരു പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു മൊമെന്റ് എന്ന് പറയുമ്പോൾ? ഒരു മിനിറ്റ് കൊണ്ട്, ജീവിതത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് മാറിയാന്ന് മൊത്തം ജീവിതം ഇവിടെ ഇരിക്കുന്ന അടക്കം. എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഇതാണ് ഒരു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്നൊരു കോൺട്രാക്ട് വർക്ക് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പണിയും ചെയ്ത് തീർക്കലല്ലാതെ പുതിയ പണിയൊന്നും ഏറ്റെടുത്തില്ല. അപ്പം തന്നെ ഓഡീഷൻ പരിപാടി ഇങ്ങനെയൊക്കെയാണ് പോയത്. ഒരുപാട് കണക്ക് കുറച്ച് 300-ലധികം ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു കൃത്യം കണക്കല്ല ഞാൻ ഏകദേശം പറയുന്നത്. അപ്പം ഒരു പക്ഷേ അതായിരിക്കും ജീവിതത്തിൽ അങ്ങനത്തെ ഒരു മൊമെൻ്റ് പറഞ്ഞു. ഒരു പക്ഷേ ആ തീരുമാനം അവിടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അപ്പം സിമ്പിളായിട്ട് പറയാൻ വെച്ചാൽ എൻ്റെ വീട്ടിന് മുകളിൽ 2 റൂം കെട്ടണം എന്നുള്ളൊരു തീരുമാനത്തിനെടുക്കുകയാണ് വൈഫോട് സംസാരിക്കുന്നത്. മുകളിൽ 2 റൂം കെട്ടണം, സിനിമയിൽ ശ്രമിക്കണം, സിനിമയിൽ ശ്രമിച്ചോളൂ, റൂമൊക്കെ പിന്നെയും കെട്ടാം. എന്നിട്ടിപ്പോ കിട്ടി. ഇപ്പൊ സിനിമയിൽ വന്ന ശേഷം അല്ല അതായത് അത് ഒരു ചേഞ്ച് ആണല്ലോ ജീവിതത്തിൽ. ഒരു പക്ഷെ അന്ന് ഒരു മാറി ചിന്തിച്ച് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ ഇവിടെ ഇരിക്കില്ലായിരുന്നു. നമുക്ക് എല്ലാവരുടെയും ലൈഫിൽ ഓരോ പല പല സിറ്റുവേഷനിൽ ഇത് വരും, അല്ലെങ്കിൽ നമുക്കൊരു ഡിസിഷൻ, ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ട ഒരു മൊമെന്റ് ഒക്കെ വരാറുണ്ട് എല്ലാവർക്കും. അപ്പോൾ അവിടെ നമ്മൾ ഒരു സ്മാർട്ടായിട്ടൊരു ഡിസിഷൻ എടുത്തു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ പല മിറാക്കിൾസും സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ സിനിമയിലേക്ക് എത്തുന്നത് അതുപോലെയൊക്കെ തന്നെയാണ്. എൻ്റെ സമയത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമ ഉണ്ടായത് തന്നെ അങ്ങനത്തെ ഒരു മൊമെന്റ്സിലൂടെയാണ്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് a minute can change your life അല്ല, a cinema can change your life ആണ്. ഈ സിനിമ change your life ആണ്. അതെ, ഈ സിനിമ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉല്ലാസനും അതുപോലെ എനിക്കും എല്ലാവർക്കും ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും, കാരണം അവരുടെയൊക്കെ നല്ല വർക്കുകളായിട്ട് പറയപ്പെടുന്ന ഇതിന്റെ DOP ആയാലും ഇതിന്റെ എഡിറ്റ് ആയാലും ഇതെല്ലാ ഡിപ്പാർട്ട്മെന്റ്, രാഹുൽ രാജ് മ്യൂസിക് ആയാലും, ഇതിലെല്ലാവരും ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും സിനിമയോട് കമ്മിറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് എല്ലാവർക്കും കാണിച്ചിരിക്കുന്ന കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ സിനിമയോടുള്ള കമ്മിറ്റ്മെന്റിനേക്കാൾ ഉപരി ഒരു സൗഹൃദത്തിന്റെ ഡെപ്ത് കൂടി തന്നിട്ടുണ്ട് എല്ലാവരും. 100% ഡെഡിക്കേഷൻ ആണ് എല്ലാവരും തന്നേക്കുന്നത്.